ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളെപ്പോഴും തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ചെറിയ പീസും ഒന്ന് വലിയ പീസും ആകുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ പീസാണെങ്കിലും ചെറിയ പീസാണെങ്കിലും അത് നമുക്ക് ചിരവിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഒരുപോലെ പൊട്ടിക്കിട്ടാൻ, അതായത് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് അത് മുറിഞ്ഞ് കിട്ടാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നനച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ എവിടെയാണോ പൊട്ടിക്കിട്ടേണ്ടത് ആ ഭാഗത്ത് ഒരു ഇമാജിനറി ലൈന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഇങ്ങനെ അമർത്തി വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് എവിടെയാണോ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പൊട്ടിച്ച് നോക്കൂ. ആ സ്ഥലത്ത് തന്നെ അത് പൊട്ടിക്കിട്ടും. ഇപ്പോൾ നോക്കൂ, നമ്മൾ വരച്ച ആ ലൈനിലാണ് ഈ തേങ്ങ പൊട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ പൊട്ടിച്ചെടുത്ത തേങ്ങ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകാറുണ്ട്. ഒരു ദിവസമൊക്കെ പുറത്ത് വെക്കുമ്പോൾ തന്നെ റോസ് നിറത്തിൽ പൂപ്പലൊക്കെ അതിൽ വരാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് കേടുവന്ന് പോകാതിരിക്കാനായിട്ട് ഈ തേങ്ങയുടെ ഉള്ളിൽ ഒരു നുള്ള് ഉപ്പ് പുരട്ടി വെച്ചാൽ മതി. ഇങ്ങനെ ഉപ്പ് പുരട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഈ തേങ്ങാമുറി വെക്കുന്ന പോലെ തന്നെ അത് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ അതിനൊക്കെ ഒരു പാത്രം നമ്മൾ മാറ്റി വെക്കണ്ടേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം യൂസ് ചെയ്താൽ മതി. കാച്ചി വെച്ച പാല് പെട്ടെന്ന് കേടായി പോവാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 3-4 നെൽമണികൾ ഇട്ട് വെച്ചാൽ മതി. വെളുത്തുള്ളി തൊലിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്ക് നോക്കാം. ഞാനിവിടെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതയ്ക്കുന്ന കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. ഇപ്പം തന്നെ ഇതിൽ ഒരുപാട് തോല് പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇത്രത്തോളം തോല് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നതിലൂടെ തന്നെ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ അല്ലികൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നേരം മൂടി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്തും ഇതിൽ നല്ല ചൂടുള്ള വെള്ളം തന്നെയാണെങ്കിൽ വെള്ളം മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇപ്പോൾ നോക്കൂ, ഇത് തിരുമ്മിയെടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് തോല് പോകുന്നുണ്ട്. ഈ ബാക്കിയുള്ള തോലൊക്കെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റാനായിട്ട് പറ്റും. ഇനി വെളുത്തുള്ളിയുടെ തൊലി കളയാനുള്ള മറ്റൊരു മെത്തേഡ് നോക്കാം. ഇനി ഓരോ വെളുത്തുള്ളി അല്ലിയിലും ഈ കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോലെടുത്ത് മാറ്റാനായിട്ട് കഴിയും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചതയും. നമുക്ക് ചതച്ചെടുക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അച്ചാറിനൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ലത്. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വേസ്റ്റ് മാറ്റുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാറുണ്ടോ?
അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു കവർ ഉണ്ടെങ്കിൽ കട്ടിംഗ് ബോർഡിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. വേസ്റ്റൊക്കെ നമുക്ക് ഇതിലേക്ക് തന്നെ നീക്കിയിടാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ വേസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് കവറിൽ നിന്ന് പുറത്തേക്ക് ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാതെ കവർ കെട്ടിയിട്ട് അതങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയി ഇടരുത്. നമ്മുടെ മണ്ണിന് ഈ വെജിറ്റബിൾസിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഇത് മണ്ണിലേക്ക് നേരിട്ട് ഇടണം. കവർ ഒഴിവാക്കിയതിന് ശേഷം ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇഞ്ചി തൊലി കളഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പീലറോ കത്തിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പീലർ യൂസ് ചെയ്തിട്ടാണെങ്കിലും കത്തി യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇഞ്ചി തൊലി കളഞ്ഞെടുക്കുന്ന സമയത്ത് ഇഞ്ചിയുടെ പീസ് നഷ്ടമാവാറുണ്ട്. അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ഇഞ്ചി തൊലി കളഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് തൊലി കളഞ്ഞ് നോക്കും. ഇഞ്ചി നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനും സാധിക്കും. ഇഞ്ചിയുടെ പീസ് പോകുകയില്ല. അടുക്കള ജോലി എളുപ്പമാക്കാനായിട്ട് നമുക്ക് 2 ആഴ്ചയോളം സൂക്ഷിക്കാവുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഇഞ്ചിയും 1/4 കപ്പ് വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലേക്ക് കലർത്തി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കലർത്തി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇങ്ങനെ ഉപ്പ് ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. പ്രഷർ കുക്കറിൻ്റെ വാഷർ ചില സമയത്ത് ലൂസായി പോകാറുണ്ട്. ചില സമയത്ത് വാഷർ ലൂസായ കാരണം ആവി പുറത്തേക്ക് പോകുന്നത് കാണാം. അങ്ങനെ വാഷർ ലൂസായിട്ടുണ്ടെങ്കിൽ അതൊരു 5 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് ഇട്ട് നോക്കൂ. അത് നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടും. പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഉറുമ്പ് വരാന്നുള്ളത് സാധാരണയായിട്ട് കാണുന്നതാണ്. അങ്ങനെ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 5-6 ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി. ഇതിനു പകരമായിട്ട് 2-3 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. പ്രഷർ കുക്കറിൽ ചോറും കറിയൊക്കെ വെക്കുന്ന സമയത്ത് തിളച്ച് പുറത്ത് പോകാറുണ്ട്. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുക്കറിൻ്റെ മൂടിയുടെ താഴ്ഭാഗത്തായിട്ട് അല്പം എണ്ണ പുരട്ടി കൊടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ട്രിക്ക് കൂടെ നോക്കാം. ഇതിലേക്ക് നല്ല ചൂടുള്ള 1 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളെപ്പോഴും ബിസ്ക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് തണുത്ത് സോഫ്റ്റായി പോവുക എന്നുള്ളതാണ്. ബിസ്ക്കറ്റൊക്കെ നമുക്ക് എപ്പോഴും ക്രിസ്പി ആയിട്ട് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അരിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പാത്രത്തിലേക്ക് ചെറിയ ചെറിയ കീടങ്ങളൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാനും അരി പെട്ടെന്ന് കേടുവന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആര്യവേപ്പില യൂസ് ചെയ്യാം. അപ്പോൾ ആര്യവേപ്പില കിട്ടുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വറ്റൽമുളക് ഇതിലേതെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി.
പിന്നെ നമ്മൾ ബേക്കറിയൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് അതിലേക്ക് ഉറുമ്പ് വരിക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മളിതുപോലെ ഒരുപാട് ബേക്കറി ഐറ്റംസൊക്കെ വലിയൊരു പാത്രത്തിലിട്ട് വെക്കില്ലേ, അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് ഗ്രാമ്പു ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ഉറുമ്പൊന്നും കടക്കില്ല. പിന്നെ പച്ചമുളക് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം അതിനെ നെട്ടി കളഞ്ഞ് ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ 17 ടിപ്സിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്